para checarla de... Many say that the victims of yesterday's attack and the chaos. കുരിശ് ചിലപ്പോഴെങ്കിലും ബാഹ്യമായി ചുമക്കുന്ന ഒന്നല്ല, അല്ലെങ്കിൽ ബാഹ്യമായി ചുമക്കുന്ന കുരിശുകളെക്കാളും ഭാരമുണ്ട് ഏതൊരാളും ആന്തരികമായി ചുമക്കുന്ന കുരിശുകൾക്ക്. ആന്തരികമായി ചുമക്കുന്ന ആ കുരിശുകൾ പുറമേക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് അവ ചിലപ്പോഴെങ്കിലും നിസ്സാരവൽക്കരിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ വഹിക്കുന്നവന് മാത്രമേ അവയുടെ ഭാരം അറിയൂ. ആരും അറിയാതെ പോകുന്ന സങ്കടങ്ങളും ആരോടും പറയാനാവാത്ത ഹൃദയവ്യഥകളും ഇത്തരം ചില കുരിശുകളാണ്. ഇങ്ങനെ പലതരത്തിൽ കുരിശുകൾ ചുമക്കുന്ന പലരും ഇന്ന് നമുക്ക് ചുറ്റിനുമുണ്ട്. അവരുടെ മനസ്സിലെ സങ്കടങ്ങൾ അവർക്ക് മാത്രമേ അറിയൂ. അവരുടെ ഹൃദയവ്യഥകളെ തൂക്കി നോക്കാൻ ഒരാൾക്കും കഴിയുകയുമില്ല. ക്രൂശിതനൊപ്പം നടക്കുകയും വീഴുകയും വീണ്ടും എണീൽക്കുകയും ചെയ്യുന്നത്, ക്രിസ്തുവിനെ പോലെ കുരിശിൽ തറയ്ക്കപ്പെടുന്നത്, ക്രിസ്തുവിനെ പോലെ ഒറ്റപ്പെട്ടു പോയത്, അത്തരം ജീവിതങ്ങൾക്ക് ഒരു വായി. ക്രൂശിതന്റെ കൂട്ടുകാർ ഷെക്കീന ന്യൂസിന്റെ ഈ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ്തു ബാഹ്യമായും ആന്തരികമായും പീഡകൾ സഹിച്ചു. എന്നാൽ കുരിശിന്റെ വഴികളിൽ ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത പരിശുദ്ധ അമ്മ ക്രിസ്തു വഹിച്ച കുരിശിനോളം വലുതായ കുരിശ് ആത്മാവിൽ വഹിച്ചവളായിരുന്നു. ആന്തരികമായും വൈകാരികമായും മാനസികമായും പരിശുദ്ധ അമ്മ കുരിശ് വഹിച്ചു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ പങ്കുകാരിയായി. ക്രൂശിതന്റെ കൂട്ടുകാരി എന്ന എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന ആദ്യത്തെ ആൾ പരിശുദ്ധ അമ്മയാണ്. കാൽവരിയിലേക്കുള്ള യാത്രയിൽ ക്രിസ്തുവിനുണ്ടായ പീഡനങ്ങളും അപമാനങ്ങളും അമ്മ നേരിൽ കണ്ടു. ആബേലച്ചന്റെ കുരിശിന്റെ വഴിയിലെ പ്രാർത്ഥനയിൽ നാം അനുസ്മരിക്കുന്നത് പോലെ ഉണ്ണിയായ യേശുവിനെ ആദ്യമായി കൈകളിലെടുത്തത് മുതലുള്ള യേശുവുമായുള്ള ബന്ധപ്പെട്ട എത്രയോ ഓർമ്മകൾ ആ സമയം പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ തോരാതെ നിന്ന് പെയ്തിരിക്കണം. അപ്പോഴൊക്കെ അമ്മയുടെ മനസ്സിലെ പച്ചിലക്കാടുകൾക്ക് തീ പിടിക്കുകയായിരുന്നു. പടയാളികൾ ക്രിസ്തുവിനെ അടിച്ചപ്പോൾ, കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അതെല്ലാം അമ്മയാണ് ഏറ്റുവാങ്ങിയത്. രക്തത്താൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ വലിച്ചു പങ്കിട്ടെടുത്തപ്പോൾ അമ്മയുടെ ഉടലാണ് ആ വേദന അനുഭവിച്ചത്. ഏതൊരു അമ്മയുടെയും ആഗ്രഹം താൻ മരിക്കും നേരത്ത്, തൻ്റെ മരണസമയത്ത് മക്കളെല്ലാവരും ചുറ്റിലും ഉണ്ടായിരിക്കണമെന്നാണ്. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. മറിച്ച് അമ്മയുടെ കൺമുമ്പിൽ യേശു മരിച്ചു. അതും അക്കാലത്ത് ഏറ്റവും നിന്ദ്യമായി പരിഗണിക്കപ്പെട്ടിരിക്കുന്ന തരത്തിലുള്ള മരണം. യേശു മരിച്ചപ്പോൾ ആ മരണ നിമിഷങ്ങളിൽ ഏകാന്ത ദുഃഖം പോലെ കുരിശിന്റെ ചുവട്ടിൽ അമ്മയ്ക്ക് നിൽക്കേണ്ടി വന്നു. ജീവനറ്റ ആ ശരീരം സ്വന്തം മടിയിൽ കിടത്തിയപ്പോൾ അമ്മ ശരിക്കും വ്യാകുല സമുദ്രത്തിൽ ഒഴുകുകയായിരുന്നു. ആകാശം മേഘങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്നത് പോലെ ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദുഃഖം അമ്മയിൽ നിറയുകയായിരുന്നു. ദുഃഖവേളയിൽ ക്രിസ്തു അനുഭവിച്ച സഹനങ്ങളും പീഡനങ്ങളും അവിടുത്തെ ശിരസിൽ അണിയിച്ച മുൾക്കിരീടവും ഏറ്റവും ഒടുവിൽ ദാരുണമായ കുരിശുമരണവും വർത്തമാനകാലത്തിലും പലരും അനുഭവിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ഇപ്രകാരം പീഡിപ്പിക്കപ്പെടുന്നതിന് കാലം നൽകിയ പേരാണ് മതപീഡനം.
ക്രിസ്തുയുഗത്തിന്റെ ആരംഭം മുതൽ ഇന്നുവരെ നിർബാധം അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. മിലാൻ വിളംബരത്തോടെയാണ് ഭരണതലത്തിലുള്ള ക്രൈസ്തവ മത പീഡനങ്ങൾക്ക് വിരാമമായതെങ്കിലും ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ക്രൈസ്തവ മത പീഡനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വിവിധ രൂപത്തിലാണ് മതപീഡനങ്ങൾക്ക് ക്രൈസ്തവർ ഇരകളാകുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ലംഘനം, ലൈംഗിക അതിക്രമം, തട്ടിക്കൊണ്ടുപോകൽ, ഭവനഭേദനം, ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കൽ, സ്ഥാപനങ്ങളുടെയും ദേവാലയങ്ങളുടെയും നേരെയുള്ള ആക്രമം, ക്രൂരമായ കൊലപാതകങ്ങൾ, ക്രൈസ്തവ മത പീഡനത്തിന്റെ സ്വഭാവങ്ങൾ ഇങ്ങനെ നീണ്ടു പോകുകയാണ്. $380 മില്യണിലേറെ ക്രൈസ്തവർ വിശ്വാസത്തിന്റെ പേരിൽ കഠിന വിവേചനവും രൂക്ഷമായ മതപീഡനവും അനുഭവിക്കുന്നുണ്ടെന്നാണ് 2025 ഓപ്പൺ ഡോർസ് വേൾഡ് വാച്ച് ലിസ്റ്റ് പ്രകാരമുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലോകവ്യാപകമായി 7 മിനിറ്റിൽ ഒരാളും, ആഫ്രിക്കയിൽ 5 മിനിറ്റിൽ ഒരാളും, ഏഷ്യയിൽ 5 മിനിറ്റിൽ 2 പേരും എന്ന കണക്കിൽ ക്രൈസ്തവ മതപീഡനത്തിന് ഇരകളാകുന്നുണ്ട്. 8 മിനിറ്റിൽ ഒരാളെന്ന 2021 കണക്കാണ് ഇതിലൂടെ തകർക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ലോകമാസകലം 4476 ക്രൈസ്തവരാണ് രക്തസാക്ഷികളായത്. ദൈവാലയങ്ങൾ ഉൾപ്പെടെ 7679 ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു. $4744 ക്രൈസ്തവർ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഇന്ത്യയിൽ മാത്രം 1629 ക്രൈസ്തവരാണ് ജയിലുകളിൽ വിശ്വാസത്തെ പ്രതി കഴിഞ്ഞുകൂടുന്നത്. കൃത്യമായ രീതിയിലുള്ള വിചാരണയോ വിധിയോ ഇവർ നേരിടുന്നില്ല. തെളിയിക്കത്തക്ക വിധത്തിലുള്ള കുറ്റങ്ങളും ഇവരുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടില്ല. ഇപ്രകാരം 547 പേരാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജയിലുകളിൽ കഴിയുന്നത്. വേൾഡ് വാച്ച് ലിസ്റ്റ് അനുസരിച്ച് ക്രൈസ്തവ മതപീഡനം അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 28 ആണ് എന്നതും ഇതോട് ചേർത്ത് വേണം നമ്മൾ കാണേണ്ടത്. നോർത്ത് കൊറിയ, സൊമാലിയ, യമൻ, ലിബിയ, സുഡാൻ, എറിട്രിയ, നൈജീരിയ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായി മതപീഡനം നടക്കുന്നത്. മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കിയ ഒരു ക്രൈസ്തവ കൂട്ടക്കൊല ഈ വർഷം ഫെബ്രുവരിയിൽ കോങ്കോയിലാണ് അരങ്ങേറിയത്. ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ക്രൈസ്തവ ആരാധനാലയമാണ് ഈ ക്രൂരകൃത്യത്തിന് സാക്ഷ്യം വഹിച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള സഖ്യകക്ഷികളായ ഡെമോക്രാറ്റിക് ഫോഴ്സിലെ തീവ്രവാദികൾ വധിച്ച ക്രൈസ്തവരുടെ എണ്ണം 70. തീവ്രവാദികൾ ഗ്രാമം വളഞ്ഞ് ആദ്യം 50 ക്രൈസ്തവരെ തിരഞ്ഞുപിടിക്കുകയും പിന്നീട് 20 പേരെ കൂട്ടിച്ചേർത്ത് 70 പേരെ ബന്ദികളാക്കുകയുമായിരുന്നു. 70 പേരെയും കൊണ്ടവർ പോയത് കസംഗയിലെ പ്രൊട്ടസ്റ്റന്റ് ദേവാലയത്തിലേക്കായിരുന്നു. പിന്നീട് 70 പേരെയും ദേവാലയത്തിൽ വെച്ച് ദാരുണമായി കഴുത്തറത്ത് കൊന്നു. കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടുകളായിരുന്നു ഈ 70 പേരും. ഈ ദാരുണ കൂട്ടക്കൊല പുറം ലോകം അറിഞ്ഞത് ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരുന്നു. ഡെമോക്രാറ്റിക് ഫോഴ്സിലെ തീവ്രവാദികൾ കോങ്കോയിൽ ഉയർത്തുന്ന ഭീഷണിയുടെ ഏറ്റവും പുതിയ തെളിവാണ് ഈ സംഭവം. ഇക്കഴിഞ്ഞ ജനുവരിയിൽ 200-ലധികം പേരെയാണ് കോങ്കോയിൽ തീവ്രവാദികൾ കൊന്നത്. 2024 കോങ്കോയിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവരുടെ എണ്ണം 355 ആയിരുന്നു. 2023 അത് 261 ആയിരുന്നു. ഓരോ വർഷവും കഴിയുന്തോറും
കോങ്കോയിൽ ക്രൈസ്തവരുടെ നേരെയുള്ള പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കോങ്കോയിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ വംശഹത്യയാണ്. ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഇവർ സമ്മതിച്ചിരുന്നുവെങ്കിൽ അവർ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ 30 വെള്ളിക്കാശിന് വേണ്ടി ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കാൻ ഇവർ യൂദാസുമാരായിരുന്നില്ല. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായിരുന്നിട്ട് പോലും ക്രൈസ്തവർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷ രാജ്യങ്ങളുടെ കാര്യം എന്തായിരിക്കും? നോർത്ത് കൊറിയ അത്തരത്തിലുള്ള ഒരു രാജ്യമാണ്. വേൾഡ് വാച്ച് ലിസ്റ്റ് പ്രകാരം വിശ്വാസത്തിന്റെ പേരിൽ 2002 മുതൽ ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ നോർത്ത് കൊറിയയുടെ 1-ാം സ്ഥാനത്തിന് ഇളക്കം തട്ടിയിട്ടില്ല. ദൈവത്തെയല്ല തന്നെ ആരാധിക്കണമെന്ന ശാഠ്യം പുലർത്തുന്ന ഭരണാധികാരിയാണ് നോർത്ത് കൊറിയയുടെ കിം ഇൽ സുങ് കുടുംബാംഗങ്ങൾ. തലമുറകളായി രാജ്യം ഭരിക്കുന്ന അവർ മതപരമായ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ കുറ്റകൃത്യങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. മതം അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഉൽപ്പന്നമാണ്. അതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം അമേരിക്കയെ പോലെ ക്രൈസ്തവരെയും വെറുക്കുന്നു. വിശ്വാസത്തിന്റെ പേരിൽ ജയിലുകൾ നിറയ്ക്കുമെന്ന പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് പോലെയാണ് ഭരണാധികാരി കിമ്മിന്റെ പ്രവർത്തനങ്ങൾ. 2 വയസ്സുള്ള കുഞ്ഞിനെ പോലും ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ ജയിലിലടയ്ക്കാൻ അയാൾക്ക് മടിയില്ല. നോർത്ത് കൊറിയയിലെ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവരുടെ എണ്ണം എത്രയാണെന്ന് ഇനിയും നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഠിനമായ പെരുമാറ്റവും പീഡനവും ജീവപര്യന്തം തടവുമാണ് ക്രൈസ്തവർക്കുള്ള ശിക്ഷകളിൽ പെടുന്നത്. ക്രൈസ്തവർക്ക് പരസ്യമായി വധശിക്ഷ നടപ്പാക്കിയിട്ടുള്ള രാജ്യം കൂടിയാണ് നോർത്ത് കൊറിയ. മതപരമായ പീഡനങ്ങൾ അനുഭവിച്ച 117 നോർത്ത് കൊറിയക്കാരിൽ കൊറിയ ഫ്യൂച്ചർ ഇനിഷ്യേറ്റീവ് നടത്തിയ പഠനപ്രകാരം പങ്കെടുത്ത 80% ആളുകളും ക്രൈസ്തവരാണ് എന്നതാണ് അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം. വില കൊടുത്ത് ക്രൈസ്തവരായവർ, ക്രിസ്തു കുരിശിൽ ചിന്തി മനുഷ്യവംശത്തെ നേടിയെടുത്ത തിരുരക്തത്തിന്റെ വില അവർക്ക് നന്നായി അറിയാം. സ്വേച്ഛാധിപത്യം ക്രൈസ്തവ മതവിശ്വാസത്തെ എത്രമാത്രം ആക്രമിക്കുമെന്നും മനുഷ്യ അന്തസ്സിനെ എത്രത്തോളം ഹനിക്കുമെന്നും വർത്തമാനകാലം വായിച്ചെടുക്കുന്ന പുസ്തകത്തിന്റെ പേരാണ് നിക്കാരോഗ. പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗയുടെ സ്വേച്ഛാധിപത്യത്തിൽ കീഴിൽ ക്രൈസ്തവ സഭ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അധികാരത്തിലേറി 15 വർഷങ്ങൾക്കുള്ളിൽ ക്രൈസ്തവ സഭയെ തുടച്ചു നീക്കാനുള്ള ആസൂത്രിത പദ്ധതികളാണ് ഡാനിയൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. മെത്രാന്മാരെയും വൈദികരെയും വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുക, കള്ളക്കേസുകൾ ചുമത്തുക, സഭയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക, ക്രൈസ്തവ വിദ്യാലയങ്ങളും TV സ്റ്റേഷനുകളും ചാരിറ്റി സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിക്കുക എന്നിവയ്ക്ക് പുറമെ ലോകം മുഴുവൻ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹം ഉൾപ്പെടെ നിരവധി സന്യാസിനി സമൂഹങ്ങളെ രാജ്യത്ത് നിന്ന് തന്നെ നിഷ്കാസിതരാക്കിക്കൊണ്ടാണ് ഡാനിയൽ ഒർട്ടേഗ തൻ്റെ ക്രൈസ്തവ വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2022 ജൂലൈ 6-നാണ് മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ 18 സിസ്റ്റേഴ്സിനെ നിക്കാരോഗയിൽ നിന്ന് പുറത്താക്കിയത്. അതിൽ 7 പേർ ഇന്ത്യക്കാരായിരുന്നു. ഭരണകൂടത്തിന്റെ സമ്മർദ്ദങ്ങൾ സഹിക്കാനാവാതെ നിരവധി സഭാംഗങ്ങൾ രാജ്യം വിട്ടുപേക്ഷിച്ച് പോകാൻ പോലും നിർബന്ധിതരായിരിക്കുകയാണ്. സഭയെ നിശബ്ദമാക്കുക മാത്രമല്ല, സഭയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയും സഭ നൽകുന്ന സന്ദേശങ്ങൾ വ്യാപിക്കുന്നത് തടയുകയുമാണ് ഇതിലൂടെ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. സെൻസർഷിപ്പും ഭീഷണികളും ശാരീരിക ഉപദ്രവങ്ങളും തുടർച്ചയായി നിക്കാരോഗ ജനത നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും മാത്രമാണ് ക്രൈസ്തവ മതപീഡനം നടക്കുന്നത് എന്ന ധാരണകളെയാണ് ഈ സെൻട്രൽ അമേരിക്കൻ രാജ്യം തിരുത്തി എഴുതുന്നത്.
തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുകയും അപകടം നിറഞ്ഞ ഈ വഴിയിലൂടെ തങ്ങളുടെ കുരിശുമെടുത്ത് മുന്നോട്ട് നീങ്ങാനുള്ള ധൈര്യം കാണിക്കുന്നവരുമാണ് ഇവിടെയുള്ളത്. ഭരണകൂടങ്ങളുടെ ഒത്താശകൾക്ക് കീഴടങ്ങിക്കൊടുക്കാനുള്ള വിമുഖതയുടെ പേരിൽ നിരന്തരം ഭീഷണികൾക്ക് ഇരകളാകുകയും ദേവാലയങ്ങൾ വരെ അടച്ചുപൂട്ടുകയും ചെയ്യുന്ന അന്തരീക്ഷവും നിലവിലുണ്ട്. പീഡനങ്ങളുടെയും അവഹേളനങ്ങളുടെയും തിരസ്കരണത്തിൻ്റെയും ദുഃഖവെള്ളിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വാസത്തിൽ സ്ഥിരത പുലർത്തിക്കൊണ്ട് മഹത്വത്തിൻ്റെ ഉയർപ്പ് ഞായറുകളെ ഇവർ സ്വപ്നം കാണുകയാണ്. പ്രവാചകന്മാരെ കല്ലെറിയുകയും കൊല്ലുകയും ചെയ്യുന്ന പുതിയ ജെറുസലേമാണ് മെക്സിക്കോ. കത്തോലിക്ക പുരോഹിതർ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതാണ് മെക്സിക്കോ. സ്പെയിൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാത്തലിക് മൾട്ടിമീഡിയ സെന്റർ കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 3 ശതാബ്ദത്തിനുള്ളിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന വൈദികരുടെ എണ്ണം 80. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഗോഡലഹാരിയയിലെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജുവാൻ ജെസൂസ് പൊസാദസിന്റെ കൊലപാതകം. ഗാഡുലഹാര വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹം വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു. 1993 മെയ് 24 നടന്ന ഈ കൊലപാതകം 30-ലധികം വർഷം പിന്നിട്ടിട്ടും കൃത്യമായി കൊലപാതകത്തിന്റെ കാരണങ്ങളിലേക്കോ കുറ്റവാളികളിലേക്കോ എത്തിയിട്ടില്ല. നിക്കാരാഗ്വയിൽ എന്നതുപോലെ ഇവിടെയും ഭരണാധികാരത്തിന്റെ സ്വേച്ഛാധിപത്യമാണ് കത്തോലിക്ക പുരോഹിതരുടെ കാസുകളിൽ കയ്പും കണ്ണീരും നിറയ്ക്കുന്നത്. പ്രസിഡന്റ് ലോപ്പസ് ഒബറാഡോറിന്റെ 6 വർഷത്തെ ഭരണകാലത്ത് 10 പുരോഹിതർ കൊല്ലപ്പെടുകയും 14 വൈദികരും മെത്രാന്മാരും ആക്രമിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചയിൽ ശരാശരി 26 ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു. കത്തോലിക്ക സഭാ അംഗങ്ങൾക്കെതിരെയുള്ള വധഭീഷണിയുടെ കണക്ക് 1000-ഓളം വരും. അധികാര വ്യവസ്ഥയുടെ കെടുകാര്യസ്ഥതയും നിയമവാഴ്ചയുടെ തകർച്ചയും ചേർന്നാണ് മെക്സിക്കോയുടെ സമാധാനം തകർക്കുന്നത്. നമ്മുടെ അയൽപക്കവും ഇസ്ലാം ഭൂരിപക്ഷ രാജ്യവുമായ പാകിസ്ഥാനിലും ക്രൈസ്തവരുടെ സ്ഥിതി തെല്ലും ആശ്വാസ്യമല്ല. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് പഞ്ചാബിലെ ഷേഖ്പുരിയിലുള്ള സുഭാൻ പേപ്പർ മിൽസ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന 22-കാരനായ വഖാസ് മസിഹാണ് ക്രൈസ്തവ പീഡനത്തിന്റെ പുതിയ ഇര. കഴിഞ്ഞ മാർച്ച് 22-നാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ഈ ചെറുപ്പക്കാരന് കൊടിയ പീഡനം നേരിടേണ്ടി വന്നത്. പ്രായപൂർത്തി പോലും ആകാത്ത ക്രൈസ്തവ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുകയും നിർബന്ധിച്ച് മതം മാറ്റി വിവാഹം കഴിക്കുകയും ചെയ്യുന്നതും പാകിസ്ഥാനിലെ ഭൂരിപക്ഷമായ ഇസ്ലാം മതവിശ്വാസികൾ ക്രൈസ്തവരോട് ചെയ്യുന്ന പകപോക്കലിന്റെ ഉദാഹരണമാണ്. പല പെൺകുട്ടികൾക്കും ഇതിൽ നിന്ന് മോചനം നേടി പുറത്തു വരാൻ കഴിയാറില്ല. എങ്കിലും 11 വയസ്സ് മാത്രം പ്രായമുണ്ടായിരിക്കെ ഇസ്ലാമിലേക്ക് നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാകുകയും ബാലവിവാഹത്തിന് നിന്നുകൊടുക്കുകയും ചെയ്യേണ്ടി വന്ന ക്രൈസ്തവ പെൺകുട്ടി ഷാഹിദ ബീബിക്ക് 7 വർഷങ്ങൾക്ക് ശേഷം ബഹവൽപൂരിൽ സിവിൽ കോടതിയെ നീതി നടത്തിക്കൊടുത്തത് പാകിസ്ഥാന്റെ ക്രൈസ്തവ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി ചേർക്കപ്പെടേണ്ട സംഭവമാണ്. രാഷ്ട്രീയക്കാരനും ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ ആദ്യത്തെ ക്രിസ്ത്യൻ ഫെഡറൽ മന്ത്രിയുമായിരുന്ന പാകിസ്ഥാനിലെ ഷഹബാസ് ഭട്ടി തന്റെ ക്രിസ്തീയ വിശ്വാസത്തിന്റെയും ധാർമ്മിക നിലപാടുകളുടെയും പേരിലാണ് 42-ാം വയസ്സിൽ വെടിയേറ്റ് മരിച്ചതെന്നും ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. പാകിസ്ഥാനിൽ ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ സമർത്ഥമായി ദുരുപയോഗം ചെയ്യുന്ന നിയമമാണ് ദൈവനിന്ദ നിയമം. ഇനി ഇന്ത്യയിലേക്ക് വരാം. 2014 മുതൽക്കുള്ള 10 വർഷത്തിനിടയിലാണ് ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നതെന്നാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഈ വർഷം ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച
റിപ്പോർട്ടിൽ പറയുന്നത്. ഇക്കാലയളവിൽ 4356 ആക്രമണങ്ങളാണ് നടന്നിരിക്കുന്നത്. 2023 734 ആക്രമണങ്ങളായിരുന്നത് 2024 834 ആക്രമണങ്ങളായി. ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കുകയും കത്തിക്കുകയും ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിൽ പതിവായിരിക്കുകയാണ്. കള്ളക്കേസിൽ കുടുക്കിയും ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നു. ഇന്ത്യയിൽ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പേരിലാണ് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കൂടുതലായും നടക്കുന്നത്. ഉത്തർപ്രദേശിൽ മാത്രം 2020 നവംബർ മുതൽ 2024 ജൂലൈ വരെ മതപരിവർത്തനം ആരോപിച്ച് 800-ലധികം കേസുകളാണ് ക്രൈസ്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തിരുഹൃദയ സന്യാസിനി സമൂഹം ഡൽഹി പ്രൊവിൻസിലെ മലയാളി അടക്കമുള്ള 4 കന്യാസ്ത്രീകൾക്ക് നേരെ മതപരിവർത്തന കുറ്റം ആരോപിച്ച് കയ്യേറ്റ ശ്രമം നടന്നതിന്റെ വാർത്ത ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ച് 22-നാണ് ബൽഗാംപൂർ രൂപതയിലെ ഇടവക വികാരി ഫാദർ ജോഷി ജോർജിനെയും സഹവികാരിയെയും പോലീസ് പള്ളിയിൽ അതിക്രമിച്ചു കയറി മർദ്ദിച്ചത്. മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പേരിലുള്ള ഏറ്റവും പുതിയ ഇര ഹോളിക്രോസ് സന്യാസിനി സിസ്റ്റർ ബിൻസിയാണ്. പരീക്ഷ എഴുതാൻ വേണ്ട മതിയായ ഹാജരില്ലാതിരിക്കുക മാത്രമല്ല, പ്രാക്ടിക്കൽ പരീക്ഷകൾക്കും അസൈൻമെന്റുകൾക്കും ഗുരുതരമായി വീഴ്ച വരുത്തുകയും ചെയ്ത വിദ്യാർത്ഥിനി തൻ്റെ പിഴവുകൾ മറച്ചുവെക്കുന്നതിനു വേണ്ടി പ്രിൻസിപ്പൽ സിസ്റ്റർ തന്നെ മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന വ്യാജ വാർത്ത ആരോപണം ഉന്നയിക്കുകയും ഒറ്റിക്കൊടുക്കുകയുമായിരുന്നു. തീർന്നില്ല. ഈ വർഷത്തെ ഓശാന ഞായറാഴ്ച ന്യൂഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിന് പ്രദക്ഷിണത്തിനുള്ള അനുവാദം ഡൽഹി പോലീസ് നിഷേധിച്ചതിൽ വരെ എത്തി നിൽക്കുന്നു ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനങ്ങളുടെ പുതിയ ഇന്ത്യൻ ഗാഥകൾ. ഓൾഡ് ഡൽഹിയിലെ സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്കുള്ള പ്രദക്ഷിണത്തിനാണ് സുരക്ഷാ കാരണങ്ങളുടെ പേര് പറഞ്ഞ് ഡൽഹി പോലീസ് അനുവാദം നിഷേധിച്ചത്. ഇങ്ങനെ ലോകം മുഴുവനുമുള്ള ക്രൈസ്തവർ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഈസ്റ്റർ ദിനത്തെ കണ്ണീരിലും കരച്ചിലും മുക്കിയെടുത്ത ആ ദിനത്തെയും നമുക്ക് മറക്കാനാകില്ല. 2019 ഏപ്രിൽ 21 ശ്രീലങ്കയെ മാത്രമല്ല ആഗോള സമൂഹത്തെ മുഴുവൻ ഞെട്ടിച്ച ദിവസമായിരുന്നു. ശ്രീലങ്കയിലെ 3 ഹോട്ടലുകളിലും ഈസ്റ്റർ ഞായറാഴ്ച ശുശ്രൂഷകൾ നടക്കുകയായിരുന്ന 3 ക്രൈസ്തവ ദേവാലയങ്ങളിലും ഇസ്ലാമിക തീവ്രവാദികൾ ചാവേറാക്രമണം നടത്തിയത് അന്നായിരുന്നു. 267 പേരാണ് പ്രസ്തുത സംഭവത്തിൽ കൊല്ലപ്പെട്ടത്. ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ നാഷണൽ തൗഹീദ് ജമാഅത്താണ് ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നത്. പടയാളികളെ ഭയക്കാതെ ക്രൂശിത വഴികളിൽ ക്രിസ്തുവിന്റെ മുഖം ഒപ്പിയെടുക്കാൻ വന്ന വെറോനിക്കയെ അനുസ്മരിപ്പിക്കുന്നവരാണ് ഇവർ. സ്നേഹം പ്രതിബന്ധം അറിയാത്തതുപോലെ ക്രിസ്തുവിനോടുള്ള സ്നേഹം ക്രൈസ്തവ മത പീഡനങ്ങൾക്കിടയിലും സ്വയം കുരിശ് വഹിക്കാൻ അവരെ നിർബന്ധിപ്പിക്കുന്നു. സ്വവർഗ വിവാഹവും ഗർഭചിത്രവും നിയമപരമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ചില രാജ്യങ്ങളിൽ ഒഴുക്കിനൊത്ത് നീങ്ങാതെ അതിനെതിരെ നീന്തുന്ന ചില ജീവിതങ്ങളും ക്രിസ്തുവിന് വേണ്ടി പലതും നഷ്ടപ്പെടുത്താൻ തയ്യാറായവരായി ക്രിസ്തുവിന്റെ കുരിശ് ചുമക്കുന്നുണ്ട്. ക്രിസ്തു പ്രബോധനത്തിൽ അടിയുറച്ചു നിൽക്കുന്നതിൻ്റെയും വിശ്വാസത്തിൽ വെള്ളം ചേർക്കാൻ വിസമ്മതിച്ചതിൻ്റെയും പേരിൽ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നവരാണ് അവർ. അകാരണമായി ചുമത്തിയ കേസിന്റെ പേരിൽ വർഷങ്ങളോളം അവർക്ക് കോടതികൾ കയറി ഇറങ്ങേണ്ടി വന്നിരുന്നു. തങ്ങളുടെ സമയവും സമ്പത്തും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. അമേരിക്കയിലെ മാസ്റ്റർ പീസ് ബേക്കറി ഉടമ ജാക്ക് ഫിലിപ്സ് അക്കൂട്ടത്തിൽ ഒരാളാണ്. സ്വവർഗ ദമ്പതികൾക്ക് വിവാഹ കേക്ക് ഉണ്ടാക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിലാണ് ഡേവിഡ് മുള്ളിൻസും ചാർലി കേഗും ജാക്ക് ഫിലിപ്സിനെതിരെ കേസ് കൊടുത്തത്. മതപരമായ വിശ്വാസങ്ങൾ മൂലം സ്വവർഗ വിവാഹത്തെ അനുകൂലിക്കുന്നു എന്ന് എഴുതി കൊടുക്കുന്ന കേക്ക് നിർമ്മിക്കുന്നതിന് ജാക്ക് ഫിലിപ്സ് എതിരായിരുന്നു. സ്വവർഗ ദമ്പതികൾ നൽകിയ ഹർജിയിൽ വംശം, ലിംഗഭേദം, വൈവാഹിക നില,
ലൈംഗിക ആഭിമുഖ്യം എന്നിവ അടിസ്ഥാനമാക്കി സേവനം നിരസിക്കുന്നത് കൊളറാഡോയിലെ വിവേചന വിരുദ്ധ പ്രകാരം കുറ്റകൃത്യമാണെന്നായിരുന്നു സിവിൽ റൈറ്റ്സ് കമ്മീഷന്റെ നിലപാട്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ജാക്ക് ഫിലിപ്സ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. കമ്മീഷൻ ഫിലിപ്സിന്റെ അവകാശങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ജഡ്ജിമാർ വോട്ട് ചെയ്തത്. ഒടുവിൽ ഫിലിപ്സിന് അനുകൂലമായി സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു. 2012 ആരംഭിച്ച ഈ കേസിന്റെ വിധി പ്രസ്താവിച്ചത് നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. പക്ഷേ ഈ ആശ്വാസം എല്ലാ കേസുകളുടെ കാര്യത്തിലും ലഭിക്കണം എന്നില്ല. അതിന് തെളിവാണ് ബ്രിമിംഗ്ഹാമിലെ ഇസബെൽ വൗഹാൻ സപ്രസിന്റെ കേസ്. അബോർഷൻ ക്ലിനിക്കിന് സമീപം മൗനപ്രാർത്ഥനയിൽ ഏർപ്പെട്ടു നിന്നതായിരുന്നു ഇസബെൽ ചെയ്ത തെറ്റ്. കിങ്സ് നോട്ടോണിലെ ബ്രിട്ടീഷ് പ്രഗ്നൻസി അഡ്വൈസറി സർവീസ് റോബോട്ട് ക്ലിനിക്കിന് സമീപത്ത് നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഇസബെൽ. ഇസബെലിന്റെ കയ്യിൽ ജപമാലയോ അല്ലെങ്കിൽ പ്രാർത്ഥനയുടേതായ പ്രത്യേക ശാരീരിക നിലകളോ ഒന്നുമുണ്ടായിരുന്നില്ല. നിശബ്ദമായ പ്രാർത്ഥനയിലായിരുന്നു ഇസബെൽ ഏർപ്പെട്ടിരുന്നത്. പക്ഷേ അപ്പോഴേക്കും പോലീസ് എത്തി ഇസബെലിനെ അറസ്റ്റ് ചെയ്ത് ബ്രിമിംഗ്ഹാം മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി. പബ്ലിക് സ്പേസ് പ്രൊട്ടക്ഷൻ ഓർഡർ പ്രകാരമായിരുന്നു ആ അറസ്റ്റ് ഉണ്ടായിരുന്നത്. ക്രിസ്തുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടുതരിക എന്ന് ആക്രോശിക്കുന്ന ജനങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ സത്യത്തിനും നീതിക്കും ധാർമ്മികതയ്ക്കും സനാതന മൂല്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ ജീവിതം ദുഷ്കരമായി തീരുന്നു. അതറിയാമായിരുന്നിരിക്കെ അവയെ സ്നേഹപുരസ്സരം ആശ്ലേഷിക്കാൻ അവർ തയ്യാറാകുന്നത് തങ്ങൾക്ക് മുമ്പേ കുരിശുമായി നടന്നു നീങ്ങുന്ന ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹവും വിശ്വാസവും തള്ളിപ്പറഞ്ഞാൽ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നിട്ടും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി കുരിശുകളെ സന്തോഷത്തോടെ ആശ്ലേഷിക്കാൻ അവർ സന്നദ്ധരാകുന്നു. ലൗകിക സുഖങ്ങളും നേട്ടങ്ങളും സമ്പത്തും നഷ്ടപ്പെടുമ്പോഴും കള്ളന്മാർ അപഹരിക്കാത്തതും ചിതൽ നശിപ്പിക്കാത്തതുമായ സമ്പത്തിനെ ഏറ്റവും വിലപിടിച്ചതായി അവർ കരുതുന്നു. ക്രിസ്തുവിനൊപ്പം അവർ കാൽവരി മല കയറുന്നു. 50 ദിവസത്തെ നോമ്പിനും ഉപവാസത്തിനു ശേഷം നാം നമ്മുടെ വീടുകളിൽ പ്രിയപ്പെട്ടവരുമൊത്ത് ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ മതപീഡനങ്ങളിലൂടെ കടന്നു പോകുന്നവരെ മാത്രമല്ല, അത്തരം സന്തോഷങ്ങളിലൊന്നും പങ്കെടുക്കാൻ കഴിയാതെ വരുന്ന മറ്റു ചിലരെ കൂടെ ഓർമ്മിക്കാതെ പോകരുത്. പലതരം രോഗങ്ങളാൽ ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ടവരുണ്ട്. അപകടത്തിൽപ്പെട്ടവരും അക്കൂട്ടത്തിലുണ്ട്. ആശുപത്രികളിലും മറ്റും കഴിയുന്നവർക്ക് ഈസ്റ്റർ ആഘോഷിക്കാൻ സാഹചര്യമില്ല. പള്ളികളിൽ പോകാനോ വിശുദ്ധ കുർബാന സ്വീകരിക്കാനോ അവർക്ക് സാധിക്കണമെന്നില്ല. മനസ്സ് ചിലപ്പോൾ മടുത്തു പോയിട്ടുണ്ടാവാം. നിരാശയുടെ കല്ലറകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവരായിരിക്കാം അവർ. തങ്ങൾക്കൊരു ഉയർപ്പുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുമില്ലായിരിക്കാം. അവരുടെ ജീവിതങ്ങളിൽ ഒരു ഈസ്റ്റർ ലില്ലിയുടെ വെളുപ്പും തളിർപ്പും ഉണ്ടാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ക്രിസ്തുവിനെ പ്രതിയാണ് നാം പീഡകൾ സഹിക്കുന്നതെങ്കിൽ അവിടുത്തോടുള്ള സ്നേഹമാണ് കുരിശുകൾ ഏറ്റെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്കൊരു ഉയർപ്പുണ്ട്. അങ്ങനെയൊരു ഉയർപ്പ് നമുക്ക് സ്വപ്നം കാണാം. നമ്മുടെ കണ്ണീരുകൾ തുടച്ചു നീക്കപ്പെടുകയും നമ്മെ ബന്ധിച്ചിരിക്കുന്ന കല്ലറകൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഉയർപ്പ് ഞായറിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് കടന്നു ചെല്ലാം. ക്രിസ്തുവിന്റെ കുരിശ് യാത്രയുടെ സമാന്തര പാതയിലൂടെ തങ്ങളുടെ കുരിശുമായി മുന്നോട്ട് പോകുന്ന എല്ലാവരെയും നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിക്കാം. അവരുടെ ജീവിത ബലി എപ്പോൾ പൂർത്തിയാകുമെന്ന് നമുക്കറിയില്ല. ആർക്കും വേല ചെയ്യാൻ കഴിയാത്ത രാത്രികാലം അടുത്തു വരുമ്പോഴും ക്രിസ്തുവിനൊപ്പം ബലി പൂർത്തിയാക്കാൻ അവർക്ക് കഴിയും.